പോവല്ലേ പപ്പേട്ടാ? നാളെ പത്രത്തിൽ എന്നെ കുറിച്ച് എഴുതാനൊരു സംഭവമായില്ലേ? എന്ത് സംഭവം? നീ എന്നോട് കാര്യം പറ. ഈ കേസ് ഏറ്റെടുക്കാൻ അവൻ തന്നെ ഭീഷണിപ്പെടുത്തിയോ അതോ കോടിക്കണക്കിന് രൂപ പ്രതിഫലം തരാന്ന് പറഞ്ഞോ? അങ്ങനെയൊന്നും ഇല്ല എന്റെ പപ്പേട്ടാ. ആ സാമി വക്കീല് പണിയൂന്ന് അറിഞ്ഞപ്പോ ഈ കോടതിയിൽ തന്നെ ഒരു വക്കീലിനെ വെച്ച് മറുപടി കൊടുക്കണമെന്ന് റോഷിക്ക് തോന്നി. എന്റെ ഭാഗ്യത്തിന് അയാൾ എന്നെ ചൂസ് ചെയ്തു. സ്വന്തം കക്ഷിയെ കൊന്നവന്റെ വക്കാലത്തെടുക്കുന്നതാണോ പട്ടി ഭാഗ്യം? എന്റെ വീട്ടിലൊരു പെങ്ങളുണ്ട്, അത് നീ മറക്കണ്ട. അങ്ങനെ അന്തോണി ചേട്ടൻ അവർക്ക് വേണ്ടി സാക്ഷിയായപ്പോ കളർ ബ്ലൈൻഡ്നെസ് എന്നൊക്കെ പറഞ്ഞ് എനിക്ക് റോഷിയുടെ നിന്ന് കാശ് മേടിക്കാൻ ഒരു കാരണമായി. പിന്നെ പപ്പേട്ടനെന്ന് പറഞ്ഞ പോലെ വേറൊരു വക്കീലിലേക്ക് പോകാതെ ഇയാളെയും കൊണ്ട് ജില്ലാ കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി വരെ ഞാൻ പോയേനെ. എല്ലാ അവധിക്കും ഞാൻ പറയണ കാശ് അയാളുടെ നിന്ന് എണ്ണി മേടിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു പങ്ക് ഞാൻ എടുത്തു, ബാക്കി തൂത്തുപറയ്ക്ക് 1000 രൂപ തികച്ചെടുക്കാനില്ലാത്ത ഹോംഗാർഡ് ട്രസ്റ്റ് വഴി സ്കോളർഷിപ്പ്. സുകുമാരന്റെ 2 പിള്ളേർ ഇനി കോളേജ് വരെ പഠിക്കാൻ പോണതേ റോഷിയുടെ കാശിലാ. അവരുടെ വീടിന്റെ പറമ്പിന്റെ ആധാരം തിരിച്ചെടുത്തു. ഒരു പെണ്ണിനെങ്കിലും കെട്ടിച്ചു വീണാനുള്ള പൊന്നും പണ്ടുമായി. അല്ലേ ബിനു വക്കീലെ? ഇപ്പോഴാണോ ബിനു പറയണത്? എനിക്ക് പോലും നിശ്ചയില്ലാത്തൊരു കൈവിട്ട കടിയായിരുന്നു പേട്ട.